Welcome to Focus Area class. Hydrocarbons. ഈ ടോപ്പിക്കിലെ മൂന്നാമത്തെ ക്ലാസ്സാണ്. നമ്മുടെ ഫോക്കസ് ഏരിയ നമ്മൾ പരിചയപ്പെട്ടു. 3 ഫോക്കസ് ഏരിയ നമ്മൾ ചർച്ച ചെയ്തു. ഏതൊക്കെയാണ്? പ്രിപ്പറേഷൻ ഓഫ് alkenes from unsaturated hydrocarbons and from alkyl halides. അതിലെ പ്രധാനപ്പെട്ട ഒരു റിയാക്ഷനാണ് വുഡ്സ് റിയാക്ഷൻ. നമ്മൾ പഠിച്ചതാണ്. 2 പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കെയിൻസ്. അതിൽ 2 റിയാക്ഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. ഐസോമറൈസേഷൻ ആൻഡ് അരോമാറ്റൈസേഷൻ. മൂന്നാമത്തത് കോൺഫർമേഷൻ ഓഫ് ആൽക്കെയിൻസ്. ഇത്രയുമാണ് നമ്മൾ കണ്ടത്. ഇന്ന് കാണാൻ പോകുന്ന ഫോക്കസ് ഏരിയ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കീൻസ്. ആൽക്കീനുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഒരുപാട് മെത്തേഡ് ഉണ്ട്. നമുക്ക് ഒരെണ്ണം മാത്രമേ ചർച്ച ചെയ്യാനുള്ളൂ. അതായത് ഫ്രം ആൽക്കൈൽ ഹാലൈഡ്സ്. അടുത്ത ഫോക്കസ് ഏരിയ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കീൻസ്. ആൽക്കീൻസിൻ്റെ പ്രോപ്പർട്ടി. അതിലൊരു റിയാക്ഷൻ മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ്സ്. പിന്നെ ബാക്കിയുള്ള ഫോക്കസ് ഏരിയ അടുത്ത ക്ലാസ്സിൽ കാണാം. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൻസ്, പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കൈൻസ്, അതിൽ അഡീഷൻ ഓഫ് വാട്ടർ, മറ്റൊന്ന് സൈക്ലിക് പോളിമറൈസേഷൻ. 8ാമത്തത് പ്രിപ്പറേഷൻ ഓഫ് ബെൻസീൻ. ലാസ്റ്റ് വൺ പ്രോപ്പർട്ടീസ് ഓഫ് ബെൻസീൻ. ബെൻസീൻ്റെ റിയാക്ഷൻസ് ആണ് നൈട്രേഷൻ, മറ്റൊന്ന് ഫ്രീഡൽ, ക്രാഫ്സ്, ആൽക്കൈലേഷൻ റിയാക്ഷൻ. ഇത്രയുമാണ് നമ്മുടെ ഫോക്കസ് ഏരിയ. നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. ഗീവ് ദ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കീൻസ് ഫ്രം ആൽക്കൈൽ ഹാലൈഡ്സ്. ആൽക്കൈൽ ഹാലൈഡുകളിൽ നിന്ന് ആൽക്കീൻസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഫസ്റ്റ് പോയിന്റ് നോക്കൂ. ഓൺ ഹീറ്റിംഗ്. ചൂടാക്കണം. ആരെ? ആൽക്കൈൽ ഹാലൈഡ്സ്. അതിനെ RX എന്നാണ് കാണിക്കുന്നത്. X ഹാലജനാണ്. ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. R എന്ന് പറയുന്നത് ആൽക്കൈൽ ഗ്രൂപ്പ്, മീഥൈൽ, ഈഥൈൽ തുടങ്ങിയ ഗ്രൂപ്പുകളാണ്. അപ്പോൾ ആൽക്കൈൽ ഹാലൈഡ്സിനെ ചൂടാക്കുക. ആരുമായിട്ട്? വിത്ത് ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ആയാലും കുഴപ്പമില്ല. ആൽക്കഹോളിക് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആൽക്കഹോളിൽ ഡിസോൾവ് ചെയ്ത പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. വെള്ളത്തിലാണെങ്കിൽ നമ്മൾ അക്വസ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ആൽക്കൈൽ ഹാലൈഡ്സിനെ ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമായി ചൂടാക്കിയാൽ നമുക്ക് ആൽക്കീൻ കിട്ടും. ഗീവ് ആൽക്കീൻസ്. ഓൺ ഹീറ്റിംഗ് ആൽക്കൈൽ ഹാലൈഡ്സ് വിത്ത് ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഗീവ് ആൽക്കീൻസ്. ഈ റിയാക്ഷൻ്റെ പേര് ഡീഹൈഡ്രോഹാലോജിനേഷൻ. ദ റിയാക്ഷൻ ഈസ് നോൺ ആസ് ഡീഹൈഡ്രോഹാലോജിനേഷൻ. അങ്ങനെ പറയാൻ കാരണം ഒരു ഹൈഡ്രജനും ഒരു ഹാലജനും റിമൂവ് ചെയ്യപ്പെടുന്നുണ്ട്. ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന് ഒരു ഹൈഡ്രജനും ഒരു ഹാലജനും റിമൂവ് ചെയ്യപ്പെടും. അതുകൊണ്ടാണ് ഡീഹൈഡ്രോഹാലോജിനേഷൻ എന്നുള്ള പേര് വന്നത്. ഹാലോജൻ ഏത് കാർബണിലാണോ ആ കാർബണിനെ ആൽഫ എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്തുള്ള കാർബണിനെ നമ്മൾ ബീറ്റ എന്ന് വിളിക്കും. ഹൈഡ്രജൻ നഷ്ടപ്പെടുന്നത് ബീറ്റ കാർബണിൽ നിന്നാണ്. അതുകൊണ്ട് ഇതിനെ നമുക്ക് ബീറ്റ എലിമിനേഷൻ എന്നും വിളിക്കാം. അപ്പോൾ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ബീറ്റ എലിമിനേഷൻ. കാരണം എന്താണ്?
ബിക്കോസ് ഹൈഡ്രജൻ ആറ്റം ഈസ് eliminated ഫ്രം ദി ബീറ്റ കാർബൺ ആറ്റം. ഓക്കെ, ഇനി എക്സ് എന്ന് പറയുന്ന സ്ഥലത്ത് അയോഡിൻ ആണെങ്കിൽ റിയാക്ഷൻ വേഗം നടക്കും. അപ്പോൾ റേറ്റ് ഓഫ് റിയാക്ഷൻ അല്ലേ RI, അയഡോ ആൽക്കെയിൻ ആണെങ്കിൽ അല്ലേ ഏറ്റവും സ്പീഡിൽ നടക്കും. പിന്നെ ബ്രോമിൻ RBr, ബ്രോമോ ആൽക്കെയിൻ. പിന്നെ ക്ലോറിൻ RCl, ക്ലോറോ ആൽക്കെയിൻ. അങ്ങനെയാണ് അതിൻ്റെ റേറ്റിൻ്റെ ഓർഡർ. അപ്പോൾ അയോഡിൻ ഉണ്ടെങ്കിൽ റിയാക്ഷൻ വേഗം നടക്കും. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇനി ആൽക്കൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ R ഗ്രൂപ്പ് ടെർഷറി ആണെങ്കിൽ റിയാക്ഷൻ വേഗം നടക്കും. അതിനേക്കാൾ റേറ്റ് കുറവാണ് സെക്കൻഡറിക്ക്, അതിനേക്കാൾ റേറ്റ് കുറവാണ് പ്രൈമറിക്ക്. അപ്പോൾ ആൽക്കൈൽ ഗ്രൂപ്പ് ടെർഷറി ആണെങ്കിൽ റിയാക്ഷൻ വേഗം നടക്കും. ഈ പോയിന്റുകൾ ഓർമ്മിച്ച് വെക്കുക. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഓക്കെ, ഒരു എക്സാമ്പിൾ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. എക്സ് എന്ന് പറഞ്ഞാൽ ഹാലജനാണ്. ക്ലോറിനോ ബ്രോമിനോ അയഡിനോ എക്സ് അറ്റാച്ച് ചെയ്ത കാർബണിനെ ആൽഫ കാർബൺ എന്നാണ് വിളിക്കുക. കണ്ടോ, ആൽഫ എന്ന് എഴുതിയിട്ടുള്ളത്. എക്സ് ഇവിടെ നിന്നാണ് പോവുക. തൊട്ടടുത്തുള്ള കാർബണിനെ നമ്മൾ ബീറ്റ എന്ന് വിളിക്കും. ബീറ്റ ഉണ്ടോ, ഈ ബീറ്റ പൊസിഷനിൽ 3 ഹൈഡ്രജൻ ഉണ്ട്. ഒരു ഹൈഡ്രജനാണ് റിമൂവ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഒരു എക്സും പോയി, ഒരു എച്ചും പോയി. അതുകൊണ്ടാണ് ഡീഹൈഡ്രോ ഹാലോജിനേഷൻ എന്നുള്ള പേര് വന്നത്. ഒരു എച്ചും ഒരു എക്സും പോയാൽ ഡബിൾ ബോണ്ട് വന്നു. കണ്ടോ, ആൽക്കീൻ. ഇതിൻ്റെ പേര് ഈഥീൻ എന്നാണ്. ഈഥീൻ. ഒരു എക്സാമ്പിൾ നോക്കാം. എക്സ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ബ്രോമിൻ കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ പേര് ബ്രോമോ ഈഥൈൻ എന്നാണ്. CH3CH2Br. കണ്ടോ, അങ്ങനെ എഴുതാട്ടോ, CH3CH2Br. ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ C2H5Br. ഇങ്ങനെ തന്നാൽ ക്വസ്റ്റ്യൻ പ്രയാസം പോലെ തോന്നും. ഇങ്ങനെ എഴുതിയാൽ പെട്ടെന്ന് മനസ്സിലാവും. കണ്ടോ, ബ്രോമിനും പിന്നെ ആരാണ് തൊട്ടടുത്തുള്ള കാർബണിൻ്റെ മേലെയുള്ള ഹൈഡ്രജനും റിമൂവ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഡബിൾ ബോണ്ട് വന്നു. ഈഥീൻ. ബ്രോമോ ഈഥൈനിൽ നിന്ന് ഈഥീൻ ഉണ്ടാക്കുക. ഏത് റിയേജൻ്റാണ് ഉപയോഗിക്കുന്നത്? ഏതാണ്? ആൽക്കഹോളിക് KOH. ഈ റിയാക്ഷൻ്റെ പേരെന്താണ്? ഡീഹൈഡ്രോ ഹാലോജിനേഷൻ. ബീറ്റ എലിമിനേഷൻ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഹൈഡ്രജൻ ആറ്റം ഈസ് റിമൂവ്ഡ് ഫ്രം ദി ബീറ്റ കാർബൺ. ഓക്കെ, ഈ കാര്യങ്ങൾ നോക്കി വെക്കണം. ഒരു എക്സാമ്പിൾ കൂടി കാണാം. ഇതിൻ്റെ പേര് നമുക്കറിയാം, 1, 2, 3, 4. ഇതിലൊരു തെറ്റുണ്ട്. എന്താണ്? ഇവിടെ ഒരു എച്ച് വേണം. കാരണം വാലൻസി 1, 2, 3 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ CH എന്ന് വേണം കേട്ടോ. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ CH എന്ന് വേണേ. ഇതിൻ്റെ പേര് 2-ക്ലോറോബ്യൂട്ടൈൻ. എല്ലാവർക്കും അറിയാം 2-ക്ലോറോബ്യൂട്ടൈൻ. ക്ലോറിന് അല്ലേ, ക്ലോറിൻ അറ്റാച്ച് ചെയ്ത കാർബണിനെ വിളിക്കുന്ന പേര് ആൽഫ. തൊട്ടടുത്തുള്ളതിന് ഇത് ബീറ്റയാണ്. കണ്ടോ, ഇത് ബീറ്റയാണ്, ഇതും ബീറ്റയാണ്. ഇപ്പം 2 ബീറ്റ കാർബണുണ്ട്. ഇവിടെ ഒരു റൂളുണ്ട്. ബീറ്റ എലിമിനേഷൻ നടക്കുന്ന സമയത്ത് ഇങ്ങനെ ചോയ്സ് ഉണ്ടെങ്കിൽ ഹൈഡ്രജൻ കുറവുള്ള കാർബൺ ഏതാ നോക്കുക. ഇവിടെ 3 ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ 2 ഹൈഡ്രജൻ. ഹൈഡ്രജൻ കുറവുള്ള കാർബണിൽ നിന്നാണ് ഹൈഡ്രജൻ റിമൂവ് ചെയ്യപ്പെടുക. അതുകൊണ്ട് ഇവിടുത്തെ ഒരു എച്ചും ഈ CLുമാണ് പോവുക. അപ്പോൾ ഡബിൾ ബോണ്ട് ഇവിടെ വരും. കണ്ടോ, കിട്ടുന്ന പ്രൊഡക്റ്റ് But2ene. അതാണ് 80%. ഈ റൂളിനെ വിളിക്കുന്ന പേരാണ് സെയ്റ്റ്സെഫ്സ് റൂൾ. സെയ്റ്റ്സെഫ്സ് റൂൾ. ബീറ്റ എലിമിനേഷൻ നടക്കുന്ന സമയത്ത് ഹൈഡ്രജൻ കുറവുള്ള അല്ലേ ബീറ്റ കാർബണിൽ നിന്നും ഹൈഡ്രജൻ റിമൂവ് ചെയ്യപ്പെടും. ഹൈഡ്രജൻ കുറവുള്ള ബീറ്റ കാർബൺ ഇവിടെ 3 എണ്ണം ഉണ്ട്, ഇവിടെ 2 എണ്ണം. അപ്പോൾ ഹൈഡ്രജൻ പോകാൻ ഇഷ്ടപ്പെടുന്നത് ഇവിടെ എന്നാണ്. ഈ റൂളിനെ സെയ്റ്റ്സെഫ്സ് റൂൾ എന്നാണ് വിളിക്കുക. സെയ്റ്റ്സെഫ്സ് റൂൾ. അതുകൊണ്ടാണ് But2ene കൂടുതൽ കിട്ടിയത്. ഇനി ഈ ക്ലോറിനും ഇവിടെയുള്ള ഹൈഡ്രജനും പോയാൽ ഡബിൾ ബോണ്ട് ഇവിടെ വരും. പക്ഷേ അതിൻ്റെ പെർസെൻറ്റേജ് കുറവാണ്. But1e. ഇനി ഇങ്ങനെയും ആലോചിക്കാം. C ഡബിൾ ബോണ്ട് C നമ്മൾ കണ്ടല്ലോ. ഒരു CH3 ഉണ്ട്, ഇവിടെയും ഒരു CH3 ഉണ്ട്. 2 സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഹൈഡ്രജൻ്റെ വെയിറ്റ് വളരെ കുറവാണ്, അത് കാര്യമാക്കണ്ട. അപ്പോൾ വെയിറ്റുള്ള 2 ഗ്രൂപ്പ് ഇവിടെയുണ്ട്. അപ്പോൾ കൂടുതൽ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്ന ആൽക്കീനായിരിക്കും കൂടുതൽ സ്റ്റേബിൾ. അപ്പോൾ ബീറ്റ എലിമിനേഷൻ നടക്കുമ്പോൾ മാക്സിമം സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീനായിരിക്കും മേജർ പ്രോഡക്റ്റ്. ഇങ്ങനെയും സെയ്റ്റ്സെഫ്സ് റൂൾ പറയാം.
ഇവിടെയാണെങ്കിൽ 2 ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ, പിന്നെ CH3 CH2 എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പേ ഉള്ളൂ. അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ കുറവാണ്. ഇവിടെ 2 സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഇവിടെ ഒരു ഈഥൈൽ ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. സബ്സ്റ്റിറ്റ്യൂഷൻ കുറവാണ്. അപ്പോൾ മാക്സിമം സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീനായിരിക്കും മേജർ പ്രൊഡക്റ്റ്. ആ റൂളിനെയാണ് സെയ്റ്റ്സെഫ്സ് റൂൾ എന്ന് പറയുന്നത്. ഇപ്പോൾ 2-ക്ലോറോ-ബ്യൂട്ടൈൽ ആൽക്കഹോളിക് KOH പ്രവർത്തിപ്പിച്ചാൽ 2 പ്രൊഡക്റ്റ് കിട്ടും. But2 ene is the major product and but1 ene is the minor product. But2 ene is the major product because the elimination takes place according to Seitz-Zeff's rule. കണ്ടോ, Seitz-Zeff's rule. ആ റൂൾ ഇതാണ്. ഡ്യൂറിങ് ബീറ്റ എലിമിനേഷൻ ഹൈഡ്രജൻ ഈസ് പ്രിഫറൻഷ്യലി എലിമിനേറ്റഡ് ഫ്രം ദി കാർബൺ ആറ്റം വിച്ച് ഹാസ് ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ്. ഹൈഡ്രജൻ കുറവുള്ള ബീറ്റ കാർബണിൽ നിന്നാണ് ഹൈഡ്രജൻ പോകാൻ ഇഷ്ടപ്പെടുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, ബീറ്റ എലിമിനേഷൻ ഒക്കേഴ്സ് ഇൻ സച്ച് എ വേ ദാറ്റ് മാക്സിമം സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ഈസ് ദ മേജർ പ്രൊഡക്റ്റ്. മാക്സിമം സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ കിട്ടുന്ന രീതിയിലായിരിക്കും എലിമിനേഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പം എന്തായാലും ആൽക്കീനിൻ്റെ നിർമ്മാണമാണ് പഠിച്ചത്. അതിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു റൂളാണ് സെയ്റ്റ്സെഫ്സ് റൂൾ. പരീക്ഷയ്ക്ക് ചോദിക്കും. വളരെ കുറച്ച് മാത്രമേ പറയുന്നുള്ളൂ. ഇത് നന്നായിട്ട് നോക്കി വയ്ക്കണം. അടുത്ത ചോദ്യം ആൽക്കീൻസിൻ്റെ പ്രോപ്പർട്ടിയെക്കുറിച്ചാണ്. ഗീവ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കീൻസ്. ഒരുപാട് പ്രോപ്പർട്ടി ഉണ്ട്, നമുക്കൊരു റിയാക്ഷൻ മാത്രമേ പഠിക്കാനുള്ളൂ. അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ്സ് HX. എക്സ് എന്ന് പറഞ്ഞാൽ ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഓക്കെ, ആൽക്കീനിലേക്ക് HX ചേർക്കുക, ഹൈഡ്രജൻ ഹാലൈഡ് ചേർക്കുക. എന്തായിരിക്കും കിട്ടുക? നമുക്കറിയാം, ആൽക്കൈൽ ഹാലൈഡ്. നേരത്തെ പഠിച്ച റിയാക്ഷൻ്റെ വിപരീതമാണ്. HX ഈസ് ആഡഡ് ടു ആൽക്കീൻസ് ടു ഗെറ്റ് ആൽക്കൈൽ ഹാലൈഡ്സ്. സിമ്മട്രിക്കൽ ആൽക്കീൻ ആണെങ്കിൽ ഒരു പ്രൊഡക്റ്റ് മാത്രമേ കിട്ടൂ. ഇൻ ദ കേസ് ഓഫ് സിമ്മട്രിക്കൽ ആൽക്കീൻസ് ഓൺലി 1 പ്രൊഡക്റ്റ് ഈസ് ഫോംഡ്. എന്താണ് സിമ്മട്രിക്കൽ ആൽക്കീൻ? അത് നമുക്കൊന്ന് നോക്കാം. സിമ്മട്രിക്കൽ ആൽക്കീൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ നമുക്ക് എഴുതാം. ഓക്കെ, നോക്കൂ, ഇത് സിമ്മട്രിക്കൽ ആൽക്കീനാണ്. ഡബിൾ ബോണ്ടിൻ്റെ 2 ഭാഗവും ഒരുപോലെയാണ്. HBr ചേർക്കുന്നു. ഡബിൾ ബോണ്ട് പോയി സിംഗിൾ ബോണ്ടായി. ബ്രോമിൻ ഇങ്ങോട്ട് വന്നാൽ H ഇങ്ങോട്ട് വരും. ബ്രോമിൻ ഇവിടേക്ക് വന്നാൽ H ഇവിടേക്ക് വരും. കിട്ടുന്ന പ്രൊഡക്റ്റ് ബ്രോമോ ഈഥൈനാണ്. ഈഥൈൽ ബ്രോമൈഡ് എന്നും വിളിക്കാം. ബ്രോമിൻ ഇവിടേക്ക് വന്നാലും H ഇവിടേക്ക് വന്നാലും പേര് സെയിം ആണ്. അതായത് ഒറ്റ പ്രൊഡക്റ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പം സിമ്മട്രിക്കൽ ആൽക്കീൻ ആണെങ്കിൽ ഒരു പ്രൊഡക്റ്റ് മാത്രമേ കിട്ടുള്ളൂ. അതൊരു പ്രത്യേകതയാണ്. ഇനി അടുത്തത് നോക്കൂ. അടുത്തത് പറയുന്നത് ഇൻ ദ കേസ് ഓഫ് അൺസിമ്മട്രിക്കൽ ആൽക്കീൻസ്. അൺസിമ്മട്രിക്കൽ ആൽക്കീൻ ആണെങ്കിൽ എ മിക്സ്ചർ ഓഫ് പ്രൊഡക്ട്സ് ആർ ഫോം. ഒന്നിലധികം പ്രൊഡക്റ്റ് കിട്ടും. മേജർ പ്രൊഡക്റ്റ് ഈസ് ഫോംഡ് അക്കോർഡിംഗ് ടു മാർക്കോ-നിക്കോസ് റൂൾ. മാർക്കോ-നിക്കോഫ് റൂൾ അനുസരിച്ചിട്ടാണ് മേജർ പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഇത് പ്രൊപ്പീനാണ്. പ്രൊപ്പീൻ ഇത് അൺസിമ്മട്രിക്കൽ ആണ്. കാരണം ഡബിൾ ബോണ്ടിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു കാർബൺ ആറ്റം, ലെഫ്റ്റ് സൈഡിൽ 2 എണ്ണം. ലെഫ്റ്റും റൈറ്റും അല്ലേ, ഡബിൾ ബോണ്ടിൻ്റെ 2 സൈഡ് ഒരുപോലെയല്ല. അതുകൊണ്ട് അൺസിമ്മട്രിക്കൽ ആണ്. അപ്പോൾ ഒരു അൺസിമ്മട്രിക്കൽ ആൽക്കീനിലേക്ക് ഒരു അൺസിമ്മട്രിക്കൽ റിയേജന്റ് ചേർക്കുകയാണ്. HBr അൺസിമ്മട്രിക്കൽ ആണ്. കാരണം H+ ആണ്, Br- ആണ്. ഇനി ഡബിൾ ബോണ്ടിൻ്റെ 2 സൈഡ് നോക്കൂ. ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ. ഈ പോസിറ്റീവ് പാർട്ട് എപ്പോഴും പോകാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ഈ H+ എപ്പോഴും പോകാൻ ഉദ്ദേശിക്കുന്നത് ഹൈഡ്രജൻ കൂടുതലുള്ള കാർബണിലേക്കായിരിക്കും. അപ്പോൾ റൂള് കിട്ടി. എന്താണ്? ഒരു അൺസിമ്മട്രിക്കൽ ആൽക്കീനിലേക്ക് ഒരു അൺസിമ്മട്രിക്കൽ റിയേജന്റ്, അതിനെ അഡൻഡം എന്ന് വിളിക്കും, ചേർക്കുമ്പോൾ പോസിറ്റീവ് പാർട്ട് ഓഫ് ദ റിയേജന്റിന്റെ പോസിറ്റീവ് പാർട്ട് ഗോസ് ടു ദി കാർബൺ ആറ്റം. ഏത് കാർബൺ ആറ്റത്തിലേക്കാണ് പോകുന്നത്? വിച്ച് ഈസ് റിച്ചർ ഇൻ ഹൈഡ്രജൻ. ഹൈഡ്രജൻ കൂടുതലുള്ള കാർബണിലേക്ക്. ഇതിനെയാണ് മാർക്കോ-നിക്കോഫ് റൂൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നോക്കൂ, ബ്രോമിൻ ഇവിടേക്കും ഹൈഡ്രജൻ ഇവിടേക്കാണ് വരിക. അതുകൊണ്ട് 2-ബ്രോമോപ്രൊപ്പൈൻ ആണ് മേജർ പ്രൊഡക്റ്റ്. 80% ഉണ്ടാവും. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് 20% ഉണ്ടാവും. അതായത് ബ്രോമിൻ ഇവിടേക്ക് വരും,
ഹൈഡ്രജൻ ഇവിടേക്ക് വരും. കണ്ടോ, ബ്രോമിൻ ഒന്നാമത്തെ കാർബണിൻ്റെ അവിടെ, ഹൈഡ്രജൻ രണ്ടാമത്തെ കാർബണിൻ്റെ അവിടെ. അപ്പോൾ മാർക്കോനിക്കോഫ് റൂൾ നമ്മൾ പഠിച്ചു. എന്താണ് മാർക്കോനിക്കോഫ് റൂൾ? നമുക്കൊന്ന് പറയാം. ആണ് പ്രൊപ്പീൻ. ഓക്കെ, CH3 CH ഡബിൾ ബോണ്ട് CH2 നമുക്കറിയാലോ. മാർക്കോനിക്കോഫ് റൂൾ എന്ന് പറയാം. നോക്കൂ, വെൻ ആൻ അൺസിമെട്രിക്കൽ റിയേജൻറ്റ്, അത് തന്നെയാണ് അഡൻഡം എന്ന് വിളിക്കുക. HBr അൺസിമെട്രിക്കലാണ്. വെൻ ആൻ അൺസിമെട്രിക്കൽ റിയേജൻറ്റ് ഈസ് ആഡഡ് ടു അൺസിമെട്രിക്കൽ ആൽക്കീൻ, എന്താ സംഭവിക്കുക? ദ പോസിറ്റീവ് പാർട്ട് ഓഫ് ദ റിയേജൻറ്റ് goes to the carbon atom which is richer in hydrogen. അപ്പോൾ റിയേജൻറ്റിൻ്റെ പോസിറ്റീവ് പാർട്ട് പോകാൻ ഇഷ്ടപ്പെടുന്നത് ഹൈഡ്രജൻ കൂടുതലുള്ള കാർബണിലേക്കാണ്. ഇനി റിയാക്ഷൻ്റെ വേഗതയെക്കുറിച്ചാണ്. ഹൈഡ്രജൻ അയോഡൈഡ് ആണെങ്കിൽ പെട്ടെന്ന് റിയാക്ഷൻ നടക്കും, പിന്നെ HBr, പിന്നെ HCl, അങ്ങനെയാണ് ഓർഡർ. ഓക്കെ, അപ്പോൾ ഈ നോട്ട് നിങ്ങൾ എഴുതിയിരിക്കണം. അപ്പോൾ സിമെട്രിക്കൽ ആൽക്കീൻ ആണെങ്കിൽ ഒരു പ്രൊഡക്റ്റേ കിട്ടൂ, അൺസിമെട്രിക്കൽ ആൽക്കീൻ ആണെങ്കിൽ HBr ചേർക്കുമ്പോൾ 2 പ്രൊഡക്റ്റ് കിട്ടും. മേജർ പ്രൊഡക്റ്റിനെ തീരുമാനിക്കുന്നത് മാർക്കോനിക്കോഫ് റൂളാണ്. ആ റൂൾ എന്താണെന്ന് നമ്മൾ പഠിച്ചു. പോസിറ്റീവ് പാർട്ട് ഹൈഡ്രജൻ കൂടുതലുള്ള കാർബണിലേക്കാണ് പോകുന്നത്. ഓക്കെ, H+ ഇവിടേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് 2 ബ്രോമോപ്രൊപ്പൈൻ മേജർ പ്രൊഡക്റ്റായി കിട്ടിയത്. ബ്രോമിൻ ഇവിടേക്കും ഹൈഡ്രജൻ ഇവിടേക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അഡീഷൻ നടക്കും. അതായത് മാർക്കോനിക്കോഫ് അഡീഷൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട്, അതായത് പോസിറ്റീവ് പാർട്ട് ഹൈഡ്രജൻ കുറവുള്ള കാർബണിലേക്ക് പോകും. അതിനെന്ത് വേണം? റിയാക്ഷൻ നടത്തണമെങ്കിൽ ഓർഗാനിക് പെറോക്സൈഡും ലൈറ്റും വേണം. ഓർഗാനിക് പെറോക്സൈഡും ലൈറ്റും വേണം. അപ്പോൾ മാർക്കോനിക്കോഫ് അഡീഷൻ്റെ നേരെ വിപരീതം നടക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് ആൻറ്റി മാർക്കോനിക്കോസ് അഡീഷൻ ഓർ പെറോക്സൈഡ് ഇഫക്റ്റ് ഓർ കെറാഷ് ഇഫക്റ്റ്. 3 പേരുണ്ട്, ആ 3 പേരും പഠിക്കണം. ആൻറ്റി മാർക്കോനിക്കോസ് അഡീഷൻ ടേക്സ് പ്ലേസ് in presence of organic peroxide and light. This is known as peroxide effect or Karash effect. ഇതിനെയാണ് പെറോക്സൈഡ് ഇഫക്റ്റ് അല്ലെങ്കിൽ കരാഷ് ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതൊന്ന് നോക്കിക്കോളൂ. പ്രൊപ്പീനിലേക്ക് HBr ചേർത്തു. ഇതാണ് ഓർഗാനിക് പെറോക്സൈഡ്. ഡൈബെൻസോയിൽ പെറോക്സൈഡ് എന്നാണ് ഇതിൻ്റെ പേര്. ഡൈബെൻസോയിൽ പെറോക്സൈഡ്. ഡൈബെൻസോയിൽ പെറോക്സൈഡ് പേരെഴുതണം. ഡൈബെൻസോയിൽ പെറോക്സൈഡ്. ഡൈബെൻസോയിൽ പെറോക്സൈഡ്, അതാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ബ്രോമിൻ ഒന്നാമത്തെ കാർബണിൻ്റെ അവിടേക്ക് വരും. പോസിറ്റീവ് പാർട്ട് പോകുന്നത് ഹൈഡ്രജൻ കുറവുള്ള കാർബണിലേക്കാണ്. അപ്പോൾ മാർക്കോനിക്കോഫ് അഡീഷൻ്റെ വിപരീതമാണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് പെറോക്സൈഡ് ഇഫക്റ്റ് അല്ലെങ്കിൽ കെറാഷ് ഇഫക്റ്റ്. ഒരു പ്രത്യേകത, HBr മാത്രമേ കെറാഷ് ഇഫക്റ്റ് കാണിക്കൂ. ഓൺലി HBr ക്യാൻ ഷോ കെറാഷ് ഇഫക്റ്റ്. അതിൻ്റെ കാരണം ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ല, വിശദമായി പിന്നീട് നോക്കാം. അപ്പോൾ HBr മാത്രമേ കെറാഷ് ഇഫക്റ്റ് കാണിക്കൂ. അപ്പോൾ ഇക്വേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, HBr വെച്ച് മാത്രം എഴുതുകയാണ് നല്ലത്. മറിച്ച് മാർക്കോനിക്കോസ് അഡീഷൻ ആണെങ്കിൽ HBr HCl HI ഏത് വേണമെങ്കിലും എഴുതാം. അപ്പോൾ ആൽക്കീൻസിൻ്റെ പ്രിപ്പറേഷനും പ്രോപ്പർട്ടിയും തീർന്നു. അടുത്ത ഫോക്കസ് ഏരിയ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.